ശരി, നമുക്ക് സായ്കുമാറിലേക്ക് കൂടി പോകാം. സായ്കുമാർ, വിധി ദിനം ഇതാ തൊട്ടടുത്താണ്, ഡിസംബർ 8-നാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരുപക്ഷെ മലയാള സിനിമാ ലോകത്തെ പുഴുക്കുത്തുകളെ എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിനൊരു മാറ്റം കുറിക്കുന്ന, ഒരു വിപ്ലവകരമായ മാറ്റം കുറിക്കുന്നത് ഈ കേസ് വന്നതിന് ശേഷമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ആ സമയത്തൊക്കെ തന്നെയും ഇത്തരത്തിൽ വായ് മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഇപ്പോൾ വിധി വരാനിരിക്കെ എല്ലാ മാധ്യമങ്ങളുടെയും എന്നല്ല, ഇതിന്റെ തെളിവുകൾ, നിർണായകമായ തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ ടിവിയുടെ വായ് മൂടിക്കെട്ടണം എന്നതാണ് ദിലീപിന്റെ ആവശ്യവും. തീർച്ചയായും വിനീത, ഇനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. 8.5 വർഷത്തിന് ശേഷമാണ് ആ വിധി ദിനത്തിലേക്ക് കേരളം അടുക്കുന്നത്. രാജ്യം തന്നെ ശ്രദ്ധിച്ച ഒരു കേസാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ്. ഒരുപക്ഷെ ഇന്ത്യൻ ന്യായ ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായൊരു നാഴികക്കല്ലായി മാറാൻ പോവുകയാണ് 8-ാം തീയതി വരാൻ പോകുന്ന ആ ഒരു വിധി. അതിലേക്ക് അടുക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ഹർജിയുമായി ഇപ്പോൾ ദിലീപ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസ് ഏകദേശം 8 വർഷത്തോളം വിചാരണ നടന്നു. ആ വിചാരണ കാലയളവിലുടനീളം പലതരത്തിലുള്ള ഹർജികൾ കൊടുത്ത് ഈ കേസ് പല വഴിക്ക് പോകാനുള്ള ശ്രമം ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പലതവണ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അപ്പോഴൊക്കെയും അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളോടെ അത് പുറത്തേക്ക് എത്തിച്ചത് റിപ്പോർട്ടർ ടിവിയാണ്. പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഒരു ഘട്ടത്തിൽ ഈ കേസ് അന്വേഷണത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന റിപ്പോർട്ടുകളടക്കം നമ്മൾ കൊടുത്തതിന് ശേഷമാണ് ആ രീതിയിലേക്ക് അന്വേഷണം പോയത്. നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ ബാലചന്ദ്രകുമാറിന്റെ അടക്കം വെളിപ്പെടുത്തലുകളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അങ്ങനെ ഇഴകേറി പരിശോധിച്ച വിചാരണ കാലയളവുകൾക്കൊടുവിലാണ് ഇപ്പോൾ ആ വിധി ദിനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നത്. രാജ്യം തന്നെ ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും ആ വിധി എന്നുള്ള തരത്തിൽ. അതുകൊണ്ട് തന്നെ ദിലീപ്, ഈ കേസിലെ 8-ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ദിലീപിനെതിരായിട്ടുള്ള പലതരത്തിലുള്ള തെളിവുകൾ ഇതിനോടകം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. കേസ് പല രീതിയിൽ മാറ്റിവെക്കാൻ, വിധി വൈകിപ്പിക്കാൻ, ഈ വിധി ദിനം വൈകിപ്പിക്കാൻ പലതരത്തിൽ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങളുണ്ടായി. ഒട്ടേറെ ഹർജികൾ കോടതിയുടെ, സുപ്രീം കോടതിയിലും അടക്കം പോകുന്നതും നാം കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെ ഇങ്ങനെയൊരു ഹർജിയുമായി ദിലീപ് പോയിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ റിപ്പോർട്ടറിന്റെ വാമൂടിക്കെട്ടാനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ്. ഇനിയും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ നിർഭയം ഇത്തരത്തിലുള്ള ഇടപെടൽ തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടർ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും ആ വിധി ദിനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യത്തെ ആ കേസിനെ ഉറ്റുനോക്കിയ എല്ലാവരും. വിനീത, ശരി, ആരൊക്കെ വായ് മൂടിക്കെട്ടാൻ ശ്രമിച്ചാലും നിർഭയം വാർത്തകൾ മുന്നോട്ട്, തെളിവുകൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. റോഷിപാൽ ഉൾപ്പെടെ ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്ന തെളിവുകൾ ഈ കേസിൽ എത്രത്തോളം നിർണായകമായിട്ടുണ്ടെന്ന് വ്യക്തവുമാണ്. ഏതായാലും ഹൈക്കോടതിയിൽ ഇപ്പോൾ ദിലീപിന്റെ നീക്കം എന്ന് പറയുന്നത് റിപ്പോർട്ടർ വാർത്തകൾ പുറത്തുവിടുന്നത് തടയണമെന്നത് തന്നെയാണ്.